Yet, it is also a very emotional visit that my brother and I are making to Wayanad. ഈ മണ്ണിലേക്കുള്ള വരവ് അത് വികാരപരമായ ഒരു അനുഭവമാണ് ഞാനും എൻ്റെ സഹോദരനും അനുഭവിക്കുന്നത് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. Yesterday, I was packing up his furniture from his house until we find a new place for him. ഞാൻ ഇന്നലെ തുഗ്ലക് ലൈനിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികൾ അത് മടക്കി വെക്കുകയായിരുന്നു. അതൊരു പുതിയ സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. I was looking at the storeroom, putting all the cardboard boxes one on top of the other, and I was thinking to myself that a few years ago I also had to move my home. I had my children to help me, my husband helped me. I have a family of my own, and I was thinking my brother doesn't have his own children, his own wife and family to help him, even though he has the rest of us. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. അന്ന് സാധന സാമഗ്രികൾ എടുത്തു വെക്കാൻ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ സഹായമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. രാഹുലിന്റെ വീട്ടിൽ ഞാൻ ഈ സാധന സാമഗ്രികൾ അടക്കി വെക്കുമ്പോൾ ചെറിയ കാർഡ്ബോർഡ് പെട്ടികളും ചെറിയ ബോക്സുകളും ഒക്കെ ഞാൻ എടുത്തു വെക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അദ്ദേഹത്തിന് പത്നിയില്ല, അദ്ദേഹത്തിന് സ്വന്തം കുഞ്ഞുങ്ങളില്ല, ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വന്തം ഭാര്യയും പത്നിയും ഈ സാധന സാമഗ്രികൾ അടക്കി വെക്കാൻ അദ്ദേഹത്തോടൊപ്പമില്ലല്ലോ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയുണ്ടായി. I went to his room. Everything was packed. Only the 2 sofas were left. He was sitting there alone. I said to him, tomorrow we are going to Wayanad. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കടന്നു ചെന്നു. അവിടുന്ന് സാധന സാമഗ്രികളെല്ലാം മാറ്റാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. 2 സോഫ ഒഴികെ മറ്റതെല്ലാം അടക്കി വെച്ചിരുന്നു. അദ്ദേഹം ഏകനായി ആ മുറിയിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നാളെ നിങ്ങൾ വയനാടിന്റെ മണ്ണിലേക്ക് പോവുകയല്ലേ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. I said, I'm not very good at speaking in English, making speeches. So I looked at him. He answered me, don't worry. Speaking in Wayanad is the easiest. All you have to do is talk to them as if you are their family, because you are their family. വയനാട്ടിലേക്ക് കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ എന്റെ ചെറിയൊരു ആശങ്ക ഞാൻ പങ്കുവച്ചു. ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് ആയി സംസാരിക്കുക, അത്ര ഒഴുക്കോടുകൂടി സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ചില പരിമിതികളില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി സംസാരിക്കാൻ കഴിയാവുന്ന ജനത ആരോടെന്ന പോലെ എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുന്നത് പോലെ വയനാടിനോട് സംസാരിക്കാമെന്ന് അദ്ദേഹം എന്നോട് മറുപടി പറയുകയുണ്ടായി. So here I am today talking to my family, my brothers and sisters, my brother's family. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വയനാടിന്റെ മണ്ണിലുണ്ട്. എന്റെ സഹോദരിമാരോട് സംസാരിക്കാൻ, എന്റെ സഹോദരന്മാരോട് സംസാരിക്കാൻ, എന്റെ സഹോദരന്റെ കുടുംബത്തോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വയനാടിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. I don't know if you remember, but one of the first times I came here during the 2019 election, I gave a speech in which I told you a lot of things about my brother which I thought people did not know. നിങ്ങളുടെ ചിന്താശലകങ്ങളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായി ഈ മണ്ണിലേക്ക് കടന്നു വന്നത് 2019 എന്റെ സഹോദരന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണാൻ വന്നപ്പോ നിങ്ങളോട് സംസാരിച്ച പല കാര്യങ്ങളും അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. I wanted you to know him. I wanted you to know this man who was asking for your votes, who was asking you to allow him to serve you. നിങ്ങളുടെ വോട്ടുകൾ അഭ്യർത്ഥിച്ചു വരുന്ന ഈ മനുഷ്യനെ, എന്റെ സഹോദരനെ അകവും പുറവും നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങളുടെ വോട്ടുകൾ തേടി വരുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉള്ള് അതെന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് അന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. But today, almost 4 years later, I know that you know Rahul. ഇന്ന് 4 വർഷത്തിനിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോ
എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു മറ്റാരേക്കാൾ നന്നായി നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ അറിയാം എന്നുള്ളത് വയനാടിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എന്റെ ആത്മവിശ്വാസമാണ്. You know that he is an honest man, unafraid to speak the truth. നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. സത്യം ആരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനും ഒരു ലേശം പോലും ഭയമില്ലാത്ത ധീരനായ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട രാഹുൽ. You know that he is a brave man, undaunted by the power of those who want to silence him. നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നവരുടെ ശക്തി ഏതാണെങ്കിലും ഏത് ഭരണകൂടത്തിന്റെ ഏത് ശക്തിയുടെ മുമ്പിലും ധീരതയോടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന സ്ഥൈര്യമുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ട രാഹുൽ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. You know that he is a compassionate man, always ready to hear about your life, your struggles, and to lend you a helping hand. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ജനതയുടെ പരിവേദനങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ അത് സഹാനുഭൂതിയോടെ കേൾക്കാൻ, നിങ്ങൾക്ക് ചെവി തരാൻ, നിങ്ങൾ ഒരാളാവാൻ എപ്പോഴും മനസ്സുള്ളൊരു നേതാവാണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. You know that he has worked hard for you. He has raised your issues, tried to resolve your problems. He has stood by you through your difficult times, and you have stood by him through his. നിങ്ങളുടെ പ്രയാസങ്ങളിൽ അദ്ദേഹം താങ്ങായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അദ്ദേഹം തണലായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നാട് നൽകിയ വോട്ടിന്റെ പേരിൽ പ്രകൃതി ദുരന്തം ഉൾപ്പെടെ വന്നിറങ്ങിയപ്പോ അതിന് നിങ്ങളോടൊപ്പം ഒരു ജനതയോടൊപ്പം നിൽക്കാൻ ആർജവത്തോടെ നിന്നൊരു ജനപ്രതിനിധിയാണ് നിങ്ങളെന്ന് അദ്ദേഹമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ തീർക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോഴും നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജനതയുടെ പ്രത്യേകത എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. You elected him, and now a court in Gujarat has passed a judgment after which government from parliament as your MP. ഒരു കോടതി അദ്ദേഹത്തിന്റെ അംഗത്വം എന്ന യോഗ്യത അതില്ലാതാക്കാൻ ഭരണകൂടം ശ്രമിച്ചത് നിങ്ങൾക്കറിയാം. His future as your MP is in the hands of the courts. For me, it is a strange thing to know this, to know that you elected him and that for the time being he has been disqualified from even fighting another election for 8 years. അദ്ദേഹത്തിന്റെ പാർലമെന്റ് മെമ്പർ എന്ന പദവിയുടെ സാങ്കേതികത്വം അതിനി കോടതികളുടെ മുമ്പിലാണ് എന്ന് എനിക്കറിയാം. 4.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു ജനത 5 വർഷത്തേക്ക് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പോലും ഇങ്ങനെ സാങ്കേതികത്വത്തിന്റെ കുരുക്കിൽ തൂങ്ങിയാറ് നിൽക്കുന്നത് ഒരു വിരോധാഭാസമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. To ask questions, to demand accountability, to raise issues is the job of a parliamentarian. ഒരു പാർലമെന്റ് മെമ്പറുടെ ജോലിയാണ് ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ജനത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തെ അതിന്റെ ചെയ്തികൾക്ക് ഉത്തരവാദികളാക്കി നിലനിർത്തുക എന്നുള്ളത്. നാടിന്റെ അനീതികളിൽ ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ജനപ്രതിനിധിയുടേതാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It is a right enshrined in our constitution that we are free to express ourselves, we are free to ask, we are free to debate, we are free to dissent. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുണ്ട്. അത് നമ്മുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന്റെ അവകാശങ്ങളാണ്. അത് സ്വതന്ത്രമായ ചർച്ചകൾക്കുള്ള അവകാശങ്ങളാണ്. അത് ഈ നാട്ടിലെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമാണ്. അത് ഈ നാട്ടിലെ ഭരണകൂടത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ളത് കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. I find it even stranger that a whole government, every minister, every MP, even the Prime Minister himself, finds it acceptable and appropriate to malign and mercilessly attack one man just because he asked a question they could not respond to. കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിരോധാഭാസമെന്ന് ഞാൻ പറയട്ടെ. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മനുഷ്യനെ, ഭരണകൂടത്തിന്റെ മുമ്പിൽ ആർജവത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ,
അദ്ദേഹത്തെ പരിഹസിക്കുവാൻ, അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കാൻ ഭരണകൂടത്തിന്റെ അടിമകളായ ജനപ്രതിനിധികൾ, അവരുടെ മന്ത്രിമാർ, അവരുടെ പ്രധാനപ്പെട്ട പദവികളിരിക്കുന്നവർ, അവരെല്ലാവരും വരിവരിയായി നിന്ന് ഒരു മനുഷ്യനെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം അദ്ദേഹം ഈ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. But then, my brothers and sisters, the truth is always uncomfortable, especially for those who lie, for those who unleash an industrial scale of propaganda against anyone who dares to question them. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വ്യവസായവൽക്കരിക്കപ്പെട്ട പ്രൊപ്പഗൻഡകൾ, വിദ്വേഷ പ്രചരണങ്ങൾ ഇവിടുത്തെ ഭരണകൂടം മുഖമുദ്രയാക്കുമ്പോ, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സ്വഭാവവും ശീലവുമാകുമ്പോ അതിനെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യതയാണ്. Our nation was built on the foundation of truth, of non-violence, equality and justice. സത്യത്തിന്റെ അടിത്തറയിൽ, സമത്വത്തിന്റെ വിശാലതയിൽ, നീതിബോധത്തിന്റെ ഉത്തമ ശൃംഖങ്ങളിൽ രൂപം കൊണ്ട ഒരു രാജ്യമാണ്, ഒരു ദേശമാണ് ഇന്ത്യ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. Our fight for freedom was called Satyagraha. It was a fight for truth. സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുടെ ചരിത്രമായിരുന്നു ഇന്ത്യയുടെ മണ്ണിൽ നടന്ന സത്യാഗ്രഹ സമരങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. The parliament, the judiciary, the media, these were institutions built to protect these freedoms. ഈ നാട് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, ആ സ്വാതന്ത്ര്യങ്ങൾ അത് സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യക്കൊരു പാർലമെന്റ് ഉണ്ടായത്. ആ നീതിബോധം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യക്കൊരു കോടതി സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ ഉണ്ടായത്. അവിടെ വരുന്ന പോരായ്മകളെ തുറന്നെഴുതുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെതായ ഒരു മാധ്യമ സംസ്കാരത്തെ നാം കെട്ടിപ്പടുത്തിയെടുത്തത്. Yesterday, while watching television, I heard some ministers of the BJP saying that the Congress party has taken one man's issue and is making it out of to be an issue of democracy. ഇന്നലെ ബിജെപിയുടെ ചില മന്ത്രിമാർ, ബിജെപിയുടെ ചില നേതാക്കന്മാർ അവർ ടിവിയിലൂടെ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ പൊക്കിപ്പിടിച്ചു വരുന്നു, ആ വ്യക്തിയുടെ പ്രശ്നം അത് ഇന്ത്യയുടെ പ്രശ്നമാക്കി വളർത്താൻ അവര് ശ്രമിക്കുകയാണ് എന്ന് ഇന്നലെ ചില ബിജെപി നേതാക്കന്മാർ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. It seems to me to be exactly the opposite. The entire government and the BJP are trying to turn our democracy upside down just to protect one man. His name is Gautam Adani. പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് മറ്റൊരു രീതിയിലാണ്. ഒരു വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഇന്ത്യ മുഴുവൻ ഒരു വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായിട്ടല്ല എനിക്ക് അനുഭവപ്പെട്ടത് ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണകൂടം, ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവരെല്ലാവരും അണിനിരക്കുന്നത് ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, അത് ഗൗതം അദാനിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. Our country is at a crossroads. What has happened to my brother is just a symptom. It is a symptom of how far we are down the path towards a dictatorship today. Today, the government believes that it can silence any dissent. It believes it can take our ports, our airports, even some of our defense establishments, and pass them on to their businessmen friends. ജനാധിപത്യത്തിന്റെ നിർണായകമായ ഒരു നാൽക്കവലയിൽ ഈ രാജ്യം നിൽക്കുകയാണ്. ഒരു പാത എന്റെ സഹോദരൻ നയിക്കുന്ന പാതയാണ്. മറ്റൊരു പാതയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ രാജ്യത്തിന്റെ സ്വത്ത് സമ്പത്തുകൾ മുഴുവൻ, ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ മുഴുവൻ ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ആ പാതയിൽ ഇന്ത്യയുടെ തുറമുഖങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നു. ആ പാതയിൽ ഇന്ത്യയുടെ എയർപോർട്ടുകൾ അത് സ്വകാര്യ വ്യക്തികളുടേതായി മാറുന്നു. ആ പാതയിൽ എന്തിനധികം പറയുന്നു, പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ അഭിവാജ്യമായ അഭിമാന സ്തംഭങ്ങൾ പോലും വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന പാതയാണ് മറ്റൊരു പാതയായി നമ്മൾ കാണുന്നത്. The whole government defends a man whom they have enabled to make thousands of crores a day, but they don't defend farmers who make only 27 rupees a day. ഈ നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജനാധിപത്യത്തിന്റെ നാൽക്കവലയിൽ ഈ നാട് ചെന്ന് നിൽക്കുമ്പോ
അത് മുഴുവൻ ഒരു സത്യത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സത്യം പറയുന്നവനെ നിരായുധനാക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നിട്ടോ ഭരണകൂടം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ളവന്റെ പുറകിൽ ഭരണകൂടം അവരോച്ചാനിച്ച് നിൽക്കുമ്പോ ഇന്നാട്ടിൽ ഒരു ദിവസം കേവലം 27 രൂപ മാത്രം വരുമാനം വെച്ച് ഒരു ദേശീയ ശരാശരിയിൽ ഒരു കർഷകൻ ജീവിക്കുമ്പോ ആ കർഷകന്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടത്തെയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സാഹചര്യം. Our soldiers stand at the borders ready to sacrifice their lives while Mr. Adani subcontracts to Chinese businesses. ഈ നാടിന്റെ അതിർത്തി കാക്കുന്നവൻ, ഈ നാടിന്റെ അതിരുകളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, അവന്റെ ജീവൻ ത്യജിക്കാൻ ചൈനയുടെ അതിർത്തികളിൽ പോരാടാൻ തയ്യാറായി നിൽക്കുമ്പോ അവിടെ ചൈനയ്ക്കും അദാനിക്കും വേണ്ടി ഈ ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരികയാണ്. Our Prime Minister feels responsible to defend Mr. Adani, but he feels no responsibility towards the people of India. അദാനിയെ സംരക്ഷിക്കാൻ, അദാനിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ ജനതയുടെയും അതിന്റെ കാവൽ ഭടന്മാരുടെയും രാജ്യത്തിന്റെ പട്ടാളക്കാരുടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പ്രധാനമന്ത്രിക്ക് താല്പര്യവും സമയവുമില്ല. This government believes that it owns India, but India belongs to you, my brothers and sisters. ഈ സർക്കാരും അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്നവരും കരുതുന്നത് ഇന്ത്യ അവരുടെ തറവാട്ട് സ്വത്താണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ നിങ്ങളുടേതാണ്, ഈ സഹോദരന്മാരുടേതാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. Standing here today, I ask you, each one of you and all those watching, put India first now. എന്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ സഹോദരന്മാരോട്, ഞങ്ങളെ കേൾക്കുന്നവരോട്, ഞങ്ങളെ കാണുന്നവരോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാ വ്യക്തി താല്പര്യങ്ങൾക്കും അപ്പുറത്ത്, എല്ലാ സ്വകാര്യ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് ഇന്ത്യയുടെ താല്പര്യം ഒന്നാമതാവാനുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. When the institutions are failing to be checks and balances for the government, it is our job, the people of India's job, to become the check and balance for this government. ജനാധിപത്യ സംവിധാനങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവയെ സംരക്ഷിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദയനീയമായി പരാജയപ്പെടുമ്പോ, അവർ വെറും നോക്കുകുത്തികളാകുമ്പോ ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയുടെ ജനതയുടെ മേലെ വന്നു ചേരുകയാണ്, നമ്മുടെ മേലിൽ അത് വന്നു ചേരുകയാണ്. Aren't you tired of watching the Prime Minister change costumes every day and having no change in your own lives, having no future to think of? There are jobs required. The government is doing nothing about it. Prices are soaring. Every day is a difficulty, a new struggle, and yet there is no accountability. പ്രിയമുള്ളവരെ, ജീവിതം ദുസ്സഹമായി ജനതയുടെ മുമ്പിൽ മാറുന്നു. റോക്കറ്റ് പോലെ ഈ നാട്ടിലെ സാധന സാമഗ്രികളുടെ വില അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നാട്ടിലെ യുവതയുടെ തൊഴിലവസരങ്ങൾ അത് പാതാളത്തിലേക്ക് താഴോട്ട് പോയിക്കൊണ്ടുമിരിക്കുന്നു. ഒരു ഭരണകൂടം നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അതെല്ലാം അവർ മറന്നിരിക്കുന്നു. ഇന്ന് തൊഴിലിനെ സംബന്ധിച്ച്, ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിലക്കയറ്റത്തെ സംബന്ധിച്ച് നിങ്ങളോട് സമ്മതിക്കാൻ, അതിനൊരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഈ പ്രധാനമന്ത്രിയും ഈ ഭരണകൂടവും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. We will not stop asking questions. We will question them. We will ask for accountability. We will keep speaking the truth no matter what they do to us. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നിലക്കുന്നില്ല, ആ ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭരണകൂടത്തോട്, അതിന്റെ തലപ്പത്തിരിക്കുന്നവരോട്, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ച്, അതിൽ വരുന്ന വീഴ്ചകളെ സംബന്ധിച്ച്, അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ എന്തിന്റെ പേരിലും ഒന്നിന്റെ മുന്നിലും നിലയ്ക്കാൻ പോകുന്നില്ല. You in Wayanad are showing the country the way. They are trying to silence my brother. You have become his voice. വയനാട് രാജ്യത്തിന്റെ മുമ്പിൽ പുതിയ പാതകൾ വെട്ടിത്തെളിക്കുകയാണ്. നിശബ്ദനാക്കാൻ, രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോ, അദ്ദേഹത്തെ നിരായുധനാക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ശബ്ദമായി വയനാടിന്റെ ജനത ഇന്ന് മാറിയതുപോലെ രാജ്യം ഒന്നടങ്കം ആ ശബ്ദം ഏറ്റെടുക്കും. They disqualify him from parliament
and you come here in huge numbers to receive him and show him your support. ഇന്ത്യയുടെ പാർലമെന്റിന്റെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ റദ്ദ് ചെയ്തപ്പോ 10,000-കണക്കിനായ ആളുകൾ കൽപ്പറ്റയുടെ തെരുവോരങ്ങളിൽ വന്ന് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉജ്ജ്വലമായ സ്വീകരണം അതിന്റെ ഏറ്റവും വിശേഷമായ അടയാളപ്പെടുത്തലായി ഞാൻ കാണുന്നു. They ask him to leave his home and thousands of you open your houses and urge him to take them to stay in your own homes. പാർലമെന്റ് അംഗത്വം എന്ന നിലക്ക് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിരുന്ന ഭവനം അതൊഴിയാൻ മണിക്കൂറുകൾക്കുള്ളിൽ കടലാസ് കൊടുത്തപ്പോ ആ കടലാസിന് മറുപടി പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളാണ്. രാഹുലിനെ ഭവനരഹിതനാക്കാൻ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് എടുത്തപ്പോ ഞങ്ങളുടെ വീടിന്റെ വാതിലുകൾ അത് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു രാഹുൽ എന്ന് ആയിരക്കണക്കിന് ഭാരതീയർ, ആയിരക്കണക്കിന് വയനാട്ടുകാർ അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് അഭിമാനകരമാണ്. I am deeply grateful to you for your support. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങളും നന്ദിയും നിങ്ങൾ നൽകിയ നിസ്സീമമായ ഈ പിന്തുണക്ക് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. Because you have understood that this is not the issue of one man. This is the issue here is the kind of country we want for our children. ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതൊരു ഇൻഡിവിജ്വലിന്റെ പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് ഈ മണ്ണിൽ നാളെ വളരാൻ പോകുന്ന, ഈ മണ്ണിൽ നാളെ ജീവിക്കാൻ പോകുന്ന, ഈ മണ്ണിലേക്ക് നാളെ ജനിച്ചു വീഴാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള തലമുറകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. It is about building a strong and brave country for our children. It is about building a country in which everybody is free to express dissent, to ask for accountability, and a true democracy is established again. അതിശക്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ, ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താൻ, ജനാധിപത്യ ബോധത്തോട് സത്യസന്ധമായ നീതി പുലർത്താൻ ഒരു തലമുറ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തലമുറക്ക് വേണ്ടി കരുത്തുറ്റൊരു രാജ്യത്ത് അതിനെ സൃഷ്ടിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. Thank you for your patriotism. Thank you for your love. Thank you for being a family to my brother and to me. Jai Hind.